ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബോഡി ഷേമിങ് അനുഭവിക്കാത്തവരായിട്ട് നമ്മൾ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കുട്ടിക്കാലത്തൊക്കെ അനുഭവിക്കുന്ന സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഒരു ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാണ് ഉണ്ടാക്കുക. ആ ഒരു വലുതാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കോൺഫിഡൻസിനെ പോലും പലപ്പോഴും ബാധിക്കാറുണ്ട്. ശരിയല്ലേ? കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും, നീ നന്നായിട്ട് വണ്ണം വെച്ചല്ലോ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മുഴുവൻ നീയാണോ കഴിക്കണത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോലും നമുക്ക് പലപ്പോഴും പേടി തോന്നുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ലേ. പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മളിത് ഒരുപാട് അങ്ങോട്ട് ബാധിക്കും. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, വല്ലാതെ മെലിഞ്ഞല്ലോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, എന്തെങ്കിലും ഡയബറ്റിക്സ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്ന് പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളെ പോലും ബോഡി ഷെയ്മിങ്ങിന് ഇരയാക്കുന്നവരുണ്ട്. എനിക്ക് തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ പറയണത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളും എൻ്റെ തോട്ട്സ് ഒക്കെയാണ് കേട്ടോ. എൻ്റെ മോനെ വരെ ബോഡി ഷേമിങ്ങിന് ഇരയാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾ വണ്ണം കുറഞ്ഞിരുന്ന അപ്പൊ ചോദിക്കും, ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അമ്മ ഫുഡ് ബ്ലോഗറായിട്ട് എന്താ മോന് കഴിക്കാനൊന്നും കൊടുക്കുന്നില്ലേ, എന്തത്ര സ്ലിം ആയിട്ടിരിക്കണേന്ന്. ഇപ്പൊ സ്ലിം ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എന്താ പറയാ, ഹെൽത്തി ആയിട്ടാണ് ആ ഒരു കുട്ടി ഇരിക്കണേന്നുണ്ടെങ്കിൽ സ്ലിം ആയിട്ടിരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം അല്ലേ? നമ്മളുടെ ഒരു വണ്ണം അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുക തടിച്ചിരിക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ ശരീര പ്രകൃതി, മെറ്റബോളിസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ എന്താ പറയാ ബാധിച്ച് ഇരിക്കുന്ന ഒരു കാര്യമല്ലേ. ഒരുപാട് കാര്യങ്ങൾ അതിൽ ബാധകമാണ്. അല്ലാതെ ഒരു കുട്ടി വണ്ണം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹെൽത്തി അല്ല എന്നൊന്നും അതിന് യാതൊരു അർത്ഥവും ഇല്ല. ശരിയല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ബോഡി ഷെയ്മിങ് എന്താ പറയാ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കുട്ടികളെ പോലും ബോഡി ഷെയ്മിങ്ങിന് ഇരയാക്കുന്നതെന്ന് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ബോഡി ഷെയ്മിങ്ങിന് ഇരയായിട്ടുണ്ടാവാം നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൽ നിന്ന് ഒക്കെ തന്നെയായിരിക്കും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര കറുത്തട്ടായിരിക്കുന്നേ, തീരെ കളറില്ല വീട്ടില് ആർക്കും. എന്താ പറയാ, ഇത്ര കളർ കുറവ് ആർക്കും ഇല്ല. സ്കിന്നിന്റെ കളറിൽ പോലും നമ്മളെ വേർതിരിക്കണ ഒരു സമൂഹം. അതും പ്രത്യേകിച്ച് നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവല് മൊത്തത്തിൽ പോവാണ് ചെയ്യണത്. നമുക്ക് എന്താ പറയാ, ഈ കളറിലൊക്കെയാണ് കാര്യം എന്നൊക്കെയാണ് അന്നൊക്കെ നമ്മൾ വിചാരിക്കുക. പിന്നീട് വലുതാവുമ്പോ ഇപ്പൊ ഈ ഒരു പ്രായത്തിലൊക്കെ എന്നെ ഇപ്പൊ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. ഇപ്പൊ പറയുന്നവര് പറഞ്ഞോട്ടെ എന്നുള്ള ഒരു ചിന്ത തന്നെയായിരിക്കും എനിക്ക്. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പോലും എനിക്ക് ബോഡി ഷേമിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കൈ കാണുമല്ലോ, കുക്കിംഗ് വീഡിയോസ് ആകുമ്പോൾ പ്രത്യേകിച്ച് കൈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പോലും കൈ എന്തൊരു കറുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് നമ്മളെ എന്താ പറയാ, നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഉള്ള കമന്റ്സ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോ നമ്മൾ അതിനൊക്കെ അതിജീവിക്കണ്ട, ഇതല്ല ഇതിനപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ ചെറിയ പ്രായത്തില് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോ, ഓ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി, വണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ മുടി പോയി. ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ആളുകൾ നോട്ടീസ് ചെയ്യണത് ഇതാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ കാണുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം, അതവർക്ക് പറയാതിരുന്നൂടെ? അല്ലെങ്കിൽ നീ വല്ലാതെ കറുത്തുപോയി, അതുപോലെയുള്ള കമന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഒഴിവാക്കാവുന്നതല്ലേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈ ഒരു ബോഡി ഷേമിങ്ങിന് സ്ത്രീകൾ നന്നായിട്ട് അറിയാവുന്നുണ്ട്. വണ്ണത്തിന്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഡെലിവറിക്കൊക്കെ ശേഷം വണ്ണം കൂടുക എന്നുള്ളത് സാധാരണ ആണല്ലോ. ബോഡിയിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വണ്ണം, വയറ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും കൂടാറുണ്ട്. അപ്പോഴും പറയും, വല്ലാതെ തടിച്ചല്ലോ, അന്ന് വണ്ണം കുറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ഭംഗി, ആ മുഖത്തിന്റെ ഭംഗിയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു, വയറൊക്കെ വല്ലാണ്ട് ചാടി എന്നൊക്കെ പറയുന്നത്. എന്താ അടുത്തത് എന്താ പറയാ, ക്യാരിങ് ആണോ, പ്രഗ്നന്റ് ആണോ എന്നുള്ള കമന്റ്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റും ഈ വണ്ണവും വയറൊക്കെ കാരണം. അതുപോലെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് പോലും ബോഡി ഷേമിങ് അനുഭവിക്കുന്നവര് ഉണ്ട്. ശരിക്കും പറഞ്ഞ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാള്, ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഹസ്ബൻഡാണ് ശരിക്കും പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ പോലും കണ്ടിട്ടുണ്ട്.
ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, വയറൊക്കെ എന്താ അരിഞ്ചാക്ക് പോലെ ഇരിക്കണേ. അതുപോലുള്ള കമന്റ്സ് ഒക്കെ പലരും ഇപ്പൊ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു സപ്പോർട്ടില്ല. ഞാനിപ്പോ അടുത്ത് വെയിറ്റ് കുറച്ചുണ്ടായിരുന്നു, 14 കിലോ. നമ്മൾ വെയിറ്റ് കുറയ്ക്കാന്നുള്ളത് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ ബോഡിയിൽ നമ്മൾ കംഫർട്ടബിൾ ആണ്, നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരരുത് എന്നുള്ള രീതിയിൽ ഡയറ്റിങ്, വർക്കൗട്ട് എല്ലാം ചെയ്തിട്ടായിരുന്നു വെയിറ്റ് കുറച്ചത്. 14 കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേട്ട കമന്റ് എന്ന് പറയുന്നത്, ബോയ് ഫ്രണ്ട് ഉണ്ടോ, ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് കുറച്ച് എന്നുള്ള കമന്റ് വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കുമ്പോൾ. നമ്മൾ എന്ത് കാര്യവും ഒരു പോസിറ്റീവ് രീതിയിൽ ചെയ്യുമ്പോൾ അതിന് വരെ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരുണ്ടെന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു സത്യം. അതുപോലെ ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിന്റെ പല്ലെന്താ കോന്ത്രം പല്ലാണോ? അങ്ങനെ ഒരു പ്രാവശ്യം എന്താ പറയാ കേൾക്കേണ്ടി വന്ന ഒരാൾക്ക് ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അത് പലപ്പോഴും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കാം, പലപ്പോഴും അവർ തമാശ ഒരു മട്ടിലൊക്കെ ആയിരിക്കാം അത് പറയുന്നത്. പക്ഷെ പിന്നെ നമുക്ക് ആ ഒരു ചിരി എന്നുള്ള ഒരു സംഭവം വരില്ല, ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പല്ല് എന്താ പറയാ, പല്ലിന് എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലവർക്ക് അതൊരു ഭംഗിയാണ്. പിന്നെ എന്താ പറയാ, നമ്മളെ വേറൊരാള് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും പെർഫെക്റ്റ് ആണോ? ഒരിക്കലല്ലോ, ആരും ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മളുടെ ഭംഗി, ഇപ്പോൾ സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളുടെ ഈ ഒരു ശരീരത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കിപ്പോൾ വണ്ണം കൂട്ടേണ്ട ആവശ്യമില്ല, കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കളറും ഒരു ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഫിഡൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുന്നത് കളറോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൈറ്റിന്റെ പേരിൽ പലരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഹൈറ്റ് കുറഞ്ഞാരോ ഒരു പേഴ്സണാലിറ്റി ഇല്ല, അങ്ങനെയൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക, ബാക്കിയുള്ളവരെ നമ്മളായിട്ട് വിഷമിപ്പിക്കാണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഓക്കെ ആണെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മിററിൽ നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ അതുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് വെയിറ്റ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പലരും പറയാറുണ്ട്, വണ്ണം കുറഞ്ഞിരിക്കുന്നതായിരുന്നു കേട്ടോ ഭംഗി, പണ്ടത്തെയായിരുന്നു ഭംഗി എന്ന് പറയുന്നവരുണ്ട്. അതിനു മുമ്പ് പറയും, ഇപ്പൊ എനിക്ക് തന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് എല്ലാവരും പറയും ഹെൽത്ത് ശ്രദ്ധിക്കണം, വെയിറ്റ് കുറച്ച് കൂടി വരുന്നുണ്ടെന്ന് പറയണ്ട. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും. അതുപോലെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവരുടെ കേസിൽ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവരുടെ കേസിൽ കേട്ടിട്ടുണ്ട്, എന്താ വണ്ണം, അതാണ് കുട്ടികൾ ഉണ്ടാവാത്ത. അതുപോലെയുള്ള കമന്റ്സ് ഒക്കെ പലരും എന്താ പറയാ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ അവരെ അത്രയും മാനസികമായിട്ട് തളർത്തുന്ന കമന്റ്സ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.